ശ്രീജിത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട്. പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിയാണ് ശ്രീജിത്ത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വേണാട് ട്രെയിനിൽ യാത്ര ചെയ്ത ആളുകൾക്ക് ബാഡ് മോർണിംഗ് ആണ് എല്ലാ ദിവസവും. ഇന്നിപ്പോ രണ്ടുപേര് തലകറങ്ങി വീണു. ആ വിവരം അറിഞ്ഞായിരുന്നോ ശ്രീജിത്ത്? അറിഞ്ഞായിരുന്നു സാർ. നമ്മൾ ട്രെയിനിൽ യാത്രയിലുണ്ടായിരുന്നു. നമ്മളൊക്കെ തന്നെയാണ് ഇതിനൊക്കെ ഇടപെട്ടത്. വേണാടിനകത്തുണ്ടായിരുന്നോ ശ്രീജിത്ത്? ഉണ്ടായിരുന്നു. ഞാൻ 10 വർഷമായിട്ട് പാലരുവിയിലും വേണാടിലും യാത്ര ചെയ്യുന്ന ഒരാളാണ് സാർ. ഇന്ന് വല്ലാത്ത തിരക്കാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ സഹിക്കുന്നില്ല. സാർ, അതെ. നമുക്ക് നേരത്തെയൊക്കെ പിറവോ ഏറ്റുമാനൂരൊക്കെ ആകുമ്പോഴാണ് യാത്രാക്ലേശം രൂക്ഷമാകുന്നത്. ഇപ്പൊ നമുക്ക് ചെങ്ങന്നൂർ തിരുവല്ല മുതലേ വണ്ടി നിറഞ്ഞു വരുവാണ്. അതായത് വാതിൽപ്പടിയിലും ബാത്റൂമിന് ഇടനാഴിയിലും ബാത്റൂമിനകത്തും പോലും ആൾക്കാർ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വണ്ടിക്കകത്ത്. ഇപ്പൊ നിലവിൽ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നോക്കി നിൽക്കുന്ന മാവേലിക്കര, എറണാകുളത്ത്, കോട്ടയത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വണ്ടി കണ്ടിട്ട് വണ്ടിയിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്ഥിരയാത്രക്കാർക്ക് ഓഫീസിൽ എത്തേണ്ടതുകൊണ്ട് അവരെങ്ങനെയും നിന്ന് പോകുന്നതാണ്. ഇപ്പൊ നമുക്ക് ചെയിൻ വലിച്ചിട്ട് എടുത്തേണ്ട അവസ്ഥയാണ് ഓരോ സ്ഥലങ്ങളിലും. കാരണം എന്ന് വെച്ചാൽ വണ്ടി സമയത്ത് എത്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഗാർഡിന് സിഗ്നൽ കൊടുത്താൽ മാത്രമേ ലോക്കോ പൈലറ്റ് വണ്ടി എടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഗാർഡിന് സിഗ്നൽ കൊടുക്കണമെങ്കിൽ വണ്ടിക്കകത്ത് ആളുകൾ കയറണം. ആളുകൾ മുഴുവൻ നിൽക്കുവാണ്. ഈ തിരുവല്ലയിൽ നിന്ന് ആൾക്കാർക്ക് കയറാൻ പറ്റുന്നില്ല. ഇന്ന് തിരുവല്ലയിൽ ആൾക്കാർ തലകറങ്ങി വീണു. പിറവത്തുണ്ടായി, മുളന്തുരുത്തിലുണ്ടായ വിഷ്വൽസ് ആണെന്ന് മീഡിയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ തലകറങ്ങിയോ? ഉണ്ട്. 2 പേര് തലകറങ്ങി വീണിട്ടുണ്ട്. 2 പേര് ഈ പിറവത്തും മുളന്തുരുത്തും ഇടയ്ക്ക് തന്നെ ഈ പ്രശ്നം ഉണ്ടായി. അത് മാത്രമല്ല ഈ വന്ദേ ഭാരതിനെ കടന്നു പോകാൻ വേണ്ടി പിടിച്ചിടുകയും ചെയ്തു അല്ലേ? വന്ദേ ഭാരതിന് കടന്നു പോകാൻ വേണ്ടി സ്ഥിരം പിടിച്ചിരുന്ന പാലരുവി എക്സ്പ്രസ് ആണ്. 20 to 25 മിനിറ്റ് മുളന്തുരുത്തി പിടിച്ചിടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പാലരുവിക്കും വേണാടിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞ 1.25 മണിക്കൂറാണ്. നമുക്കിപ്പോ ആലപ്പുഴ റൂട്ടിലാണെങ്കിലും നമുക്ക് വടക്കോട്ടാണെങ്കിലും ഇതിന് ബൈ വീക്കിലി അല്ലെങ്കിൽ വീക്കിലി വണ്ടികളുണ്ട്. നമുക്ക് ഈ കോട്ടയം എറണാകുളം റൂട്ടിൽ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒറ്റ 2 വണ്ടികളുള്ളൂ, പാലരുവിയും വേണാട്. ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് 1.25 മണിക്കൂറാണ്. വന്ദേ ഭാരത് വരുന്നതിന് മുമ്പ് ഈ ഗ്യാപ്പ് ഇല്ലായിരുന്നു. പാലരുവി 8 മണിയാകുമ്പോൾ തൃപ്പൂണിത്തുറ എത്തും. വേണാട് 5:15 തിരുവനന്തപുരത്ത് നിന്ന് പോരും. വന്ദേ ഭാരത് വന്നതോടുകൂടി വേണാടിന്റെ 5:15 എന്നുള്ള സമയം 5:25 മാറ്റുകയും ചെയ്തു. വന്ദേ ഭാരത് വന്നു, മെട്രോ വന്നെന്നും പറഞ്ഞ് വേണാടിനെ 52 വർഷമായിട്ട് സൗത്തിലേക്ക് പൊക്കോണ്ടിരുന്ന വേണാടിനെ സൗത്ത് ഒഴിവാക്കി നോർത്തിലേക്കും വിട്ടു. അപ്പൊ 9:19 തൃപ്പൂണിത്തുറ എത്തുവാണെങ്കിൽ മെട്രോ കയറി 2000 രൂപ ഒരു സ്റ്റേഷൻ കവർ ചെയ്യാൻ കൊടുത്തു പോകണം എന്നാണ് റെയിൽവേ പറഞ്ഞിരുന്നത്. ഇപ്പൊ 9:19 പോയിട്ട് 9:40 പോലും തൃപ്പൂണിത്തുറ ട്രെയിൻ എത്തുന്നില്ല. അപ്പം പഞ്ച്വാലിറ്റി പാലിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ സ്റ്റേഷനിൽ നിന്നും ഗാർഡ് സിഗ്നൽ കൊടുക്കുന്ന അവസ്ഥയിൽ ആൾക്കാർ കയറാൻ പറ്റാതെ ചെയിൻ വലിച്ചു നിർത്തുവാണ്. കഴിഞ്ഞ 1 മാസത്തിനകം മിക്ക ദിവസങ്ങളിലും വണ്ടി ചെയിൻ പുള്ളിങ് ഉണ്ട്. ഇതാണിപ്പോ വണ്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് മെമു കിട്ടണം എന്നുള്ളതൊരു വലിയ ആവശ്യം തന്നെയാണ് അല്ലേ? തീർച്ചയായും. അല്ലെങ്കിൽ ഡെയിലി ഇതുപോലുള്ള ചില ദിവസങ്ങളിലാണ് ഈ പറയുന്ന വീഡിയോസ് ഒക്കെ പുറത്തേക്ക് വരുന്നത്. ഡെയിലി ഉണ്ടാവുന്നുണ്ട്. ശ്രീജിത്ത്, ലിയോൺസ് നമുക്ക് സെക്രട്ടറി ഫ്രണ്ട്സ് ഓൺ റെയിൽസ്. ലിയോൺസ്, ബാഡ് മോർണിംഗ് ആണല്ലോ യാത്രക്കാർക്ക്. 2 പേര് തലകറങ്ങി വീണു. നിത്യസംഭവമാണെന്ന് കേൾക്കുന്നു. പക്ഷെ ഇന്നത്തെ തിരക്ക് നമുക്ക് കണ്ടാൽ പോലും സഹിക്കില്ല. ഇത് ഇന്നത്തെ സംഭവമല്ല, ഇന്നത്തെ മാത്രം സംഭവമല്ല. എല്ലാ ദിവസവും ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് കണ്ടത്. നമുക്ക് എന്തായാലും മെമു ഇല്ലാതെ ഇനി നടക്കത്തില്ല എന്ന കാര്യം തീരുമാനമായി. അതെ. നമ്മൾ ഇന്നലെ പോലും MB കണ്ട് നേരിട്ട് നിവേദനം കൊടുത്തതാണ് ഈ ഒരു കാര്യം. മെമു വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. നമുക്ക് ഏത് സമയം മുതൽ ഏത് സമയം വരെ, എവിടം മുതൽ എവിടം വരെയാണ് വേണ്ടത് പ്രധാനമായിട്ടും ലിയോൺസ്? പാലരുവിക്കും വേണാടിനും ഇടയിലാണ് ഒരു മെമു ആവശ്യം. ഓക്കെ, പാലരുവിക്കും വേണാടിനും ഇടയിൽ ഒരു ചുരുങ്ങിയത് കോട്ടയം മുതലെങ്കിലും വേണം അല്ലേ? ഓക്കെ, ലിയോൺസ് ആണ് സെക്രട്ടറി ഫ്രണ്ട്സ് ഓൺ റെയിൽസ് നമുക്കൊപ്പം ഉള്ളത്. അർജുൻ